രാവിലെ തന്നെ കുളിച്ചു കഴിഞ്ഞ അമ്മ എനിക്ക് ഷാളെല്ലാം കുത്തി തരുന്നുണ്ട്. അങ്ങനെ അച്ചാച്ചനോട് ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞിട്ട് ഞാനൊരു സ്ഥലം വരെ പോവുകയും ഞാൻ അടുത്തേക്ക് അങ്ങ് പോകാൻ വേണ്ടി വീട്ടിന്റെ വളപ്പെന്ന് കാലെടുത്ത് പുറത്ത് വെക്കുന്നതും അച്ചാച്ചന്റെ കോളുണ്ടാവും ഏടെ എത്തി എന്ന് പറഞ്ഞു. അത് ഞാൻ വീട്ടിലെത്തുന്നവരെ ഉണ്ടാവും. അപ്പൊ ഞാൻ പോകുന്നത് പറശ്ശിനിക്കടവിലേക്കാണ്. അങ്ങനെ 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം പറശ്ശിനിക്കടവിൽ എത്തിയിട്ടുണ്ട്. ഇത്രയും സ്റ്റെപ്പ് നിരനിരയായി കണ്ട് ആ വ്യൂ എല്ലാം ആസ്വദിച്ച് പോവാൻ നല്ല സുഖാണെങ്കിലും കേറാൻ അത്ര പറശ്ശിനിക്കടവിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവരെല്ലാം കാണാൻ വേണ്ടി പറ്റും. പക്ഷെ പേടിക്കേണ്ടതില്ല, ഇവരൊന്നും നമ്മളെ ചെയ്യും. ഒരു 5 മിനിറ്റ് ആടി നോക്കി നടക്കുമ്പോൾ എന്നെ പെട്ടെന്ന് തന്നെ മൂത്തപ്പന്റെ മടപ്പുരേന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കാലെല്ലാം കഴുകി നേരെ ഉള്ളിൽ കയറാൻ വേണ്ടി പോയിരുന്നു. ഉള്ളിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഞാൻ ഒരു 2-2.5 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ സമാധാനമായിട്ട് ഇരുന്നതിന് ശേഷം പുറത്തേക്ക് വന്നു. ബോട്ട് കണ്ട് ആസ്വദിക്കാൻ നല്ല സുഖാണെങ്കിലും ബോട്ട് കയറുമ്പോൾ പൈസ കൊടുക്കേണ്ടോട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങനെ കുറച്ചു നേരം ആടിയേടിയും തേരാപ്പാര നടന്ന ശേഷം ഞാൻ നേരെ പ്രസാദം കഴിക്കാൻ വേണ്ടി പോയി. ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രസാദം കഴിക്കാണ്ട് എങ്ങനെയാ തിരിച്ചു പോവുക? അങ്ങനെ ഈ പോകുന്ന വഴി കണ്ടാൽ നിങ്ങൾക്ക് തിരിയും. നല്ല സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ വയസ്സായവർക്കും എല്ലാവർക്കും പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ സ്റ്റെപ്പ് കയറി ക്ഷീണിക്കൂല. ക്യൂ കണ്ട ഇത്രയും വലിയ ക്യൂ ആണെങ്കിലും ക്യൂ പോന്നതേ നമ്മൾ അറിയൂല. ഭക്ഷണത്തിനടുത്ത് വേഗം എത്തും. അങ്ങനെ ഞാൻ ഭക്ഷണം എല്ലാം കഴിച്ച് നേരെ വെല്ലുമേനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ പോകുന്നത് ഒരാളെ സർപ്രൈസ് ചെയ്യിക്കാനാണ്. അങ്ങനെ കുറച്ചു നേരം ബസ്സിൽ നിന്നിരുന്ന് പിന്നെ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് ഓട്ടവും പിടിച്ചിട്ട് പോകുന്നത് എന്റെ അമ്മേന്റെ അനിയത്തിന്റെ വീട്ടിലേക്ക്. ഇത് ഇളയമ്മ അറിയാണ്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെ ഇളയമ്മ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇളയമ്മേനെ സർപ്രൈസ് ചെയ്ത് എന്റെ അനിയത്തിമാരെ സർപ്രൈസ് ചെയ്ത് നല്ല കുറച്ച് സമയം എൻജോയ് ചെയ്തിട്ട് അപ്പാപ്പൻ എന്നെ നേരെ തളിപ്പുറം ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി. അങ്ങനെ ഞാൻ അവിടുന്ന് ബസ്സും പിടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഓക്കെ, ബൈ.